നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ആദ്യം. ആലപ്പുഴ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. മുഖ്യമന്ത്രിയുടെ അവസാനവട്ട അനുനയ നീക്കവും ഫലം കണ്ടില്ല. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിട്ടും സുധാകരൻ അനുനയത്തിന് വഴങ്ങിയില്ല. സുധാകരൻ പരസ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഈ ധാരണ പ്രകാരമാണ് നാളത്തെ സുധാകരന്റെ വാർത്താ സമ്മേളനം എന്നാണ് സൂചന. ആർ ശ്രീത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇനിയിപ്പോൾ അനുനയത്തിന് പോകേണ്ട എന്ന് നേരത്തെ CPIM തീരുമാനമെടുത്തിരുന്നു. ആ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. നേതാക്കൾ വീട്ടിലെത്തുന്നു, മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുന്നു. പക്ഷെ അപ്പോഴും വഴങ്ങിയില്ല ജി സുധാകരൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെ? പ്രജിൻ, ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന നിലപാടെടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ CPIM നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടെ അവഗണിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നാളെ വാർത്താ സമ്മേളനം വിളിച്ച് നിലപാട് പ്രഖ്യാപിക്കുമെന്ന കാര്യം പുറത്തു വന്നതോടെ CPIM വീണ്ടും ഒരു അനുനയ നീക്കം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ജി സുധാകരനെ വിളിച്ചു. എങ്കിലും നിലപാട് മാറ്റാൻ സുധാകരൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിന് വീട്ടിലെത്തി കണ്ടെങ്കിലും അപ്പോഴും നിലപാടിൽ അയവ് വരുത്താൻ സുധാകരൻ തയ്യാറായിട്ടില്ല. നാളെ വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം സുധാകരൻ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാർത്താ സമ്മേളനത്തിന്റെ സമയമടക്കം ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റേതായ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നു. അപ്പോൾ നാളെ രാവിലെ 11 മണിക്ക് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തന്റെ ഭാവി രാഷ്ട്രീയ നിലപാട് എന്താണെന്ന കാര്യം സുധാകരൻ വ്യക്തമാക്കും. ഒപ്പം തന്നെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം കൂടി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായി മത്സരിക്കുന്ന ജി സുധാകരന് UDFന്റെ രാഷ്ട്രീയ പിന്തുണ ലഭിക്കും. സുധാകരൻ ഇപ്പോൾ CPIMനകത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച് പുറത്തുവരുന്ന ഘട്ടത്തിൽ മാത്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനകത്തെ ധാരണ. സുധാകരനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കാതെ അതിനെ പിന്തുണച്ച് രംഗത്ത് വരിക രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസ് കരുതുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട്. സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചാൽ വൈകാതെ തന്നെ കോൺഗ്രസും തങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ അറിയിക്കും. അങ്ങനെയുള്ള ഒരു ധാരണ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും സുധാകരന്റെ മാറ്റം അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാൻ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രാത്രിയും ആലപ്പുഴയിൽ ചേർന്നിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചന നടത്തുന്നുണ്ട്. സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിച്ച് പ്രതിരോധ നടപടികളിലേക്ക് CPIM നീങ്ങും. അമ്പലപ്പുഴ ജി സുധാകരന്റെ തട്ടകമാണ്. അദ്ദേഹം 3 തവണ അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ച് 2006 മുതൽ അവിടെ നിന്ന് ജയിച്ച് അദ്ദേഹം MLA ആയി, മന്ത്രിയായി. അങ്ങനെ 2 തവണ മന്ത്രിയായ സുധാകരൻ അമ്പലപ്പുഴയിൽ വീണ്ടും ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ CPIMനത് വലിയ തോതിലുള്ള പ്രതിരോധമുണ്ടാക്കും. CPIMന്റെ വിജയസാധ്യതയടക്കം ബാധിക്കുന്ന നിർണായകമായ നീക്കമായി അത് മാറും. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാതെ തരമില്ല എന്ന ഒരു വിലയിരുത്തലാണ് CPIM നേതൃത്വം. ശരി, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയായി. സിറ്റിംഗ് MLA അടക്കം 31 പേരുടെ പട്ടികയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചത്. MP ചിത്രത്തിൽ ഇല്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി പറഞ്ഞു. CC മുകുന്ദനെ കോൺഗ്രസ് പിന്തുണച്ചേക്കില്ല. ജി സുധാകരനെ പിന്തുണയ്ക്കുന്നത് കരുതലോടെ മതിയെന്നാണ് തീരുമാനം. പാലക്കാടും തൃപ്പൂണിത്തുറയും പെരുമ്പാവൂരും ഒഴികെയുള്ള 19 മണ്ഡലങ്ങളിലെ സിറ്റിംഗ് MLAമാരും ഒറ്റപ്പേരിലെത്തിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുമാണ് ആദ്യഘട്ട പട്ടികയിൽ. MP ചിത്രത്തിലില്ലെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി വ്യക്തമാക്കി. MP doesn't come in picture, no? There was no name of MPs in a docket. Okay? കോൺഗ്രസിന്റേത് മികച്ച പട്ടികയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ. കേരളത്തിലെ CEC മീറ്റിംഗ് ഏറ്റവും സുഗമമായിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയും, റിലീസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. വളരെ മികച്ച പട്ടിക, ഏറ്റവും കഴിവുറ്റ സ്ഥാനാർത്ഥികൾ, അതൊന്നും പ്രഖ്യാപിക്കാനായിട്ടില്ല. ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ മത്സരിക്കും. അതേസമയം എൽദോസ് കുന്നപ്പിള്ളിയുടെ കാര്യത്തിൽ 13-ന് ചേർന്ന യോഗം തീരുമാനമെടുക്കും. CPI വിട്ട CC മുകുന്ദനെ കോൺഗ്രസ് പിന്തുണയ്ക്കില്ല. തൃശൂർ ജില്ലാ കമ്മിറ്റി എതിർപ്പറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ജി സുധാകരൻ നിലപാട് വ്യക്തമാക്കിയ ശേഷം മാത്രം പാർട്ടി നിലപാടറിയിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസ് ധാരണ. 24 ഡൽഹി. UDF ഭരണത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഇരുണ്ടകാലം എന്ന പരസ്യത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയിൽ. പരസ്യം സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പൊതുമുതലിന്റെ ദുരുപയോഗമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. PRD ഉദ്യോഗസ്ഥർ ഭരണപക്ഷത്തിന്റെ ഏജന്റുമാരെ പോലെ പ്രവർത്തിച്ചു എന്നും ഈ ഹർജിയിൽ വാദിക്കുന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ഷാരോൺ പനയ്ക്കലാണ് ഹർജി സമർപ്പിച്ചത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്നു വിവരങ്ങളുമായി. വിഷ്ണു, വിശദാംശങ്ങൾ.
കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിലൊരു പരസ്യം പ്രധാനപ്പെട്ട പത്രങ്ങളിലെ കവർ പേജായി വന്നത്. അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. CPM LDFും അസത്യം പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയ ഷാരോൺ പനക്കൽ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പൊതുതാൽപര്യ ഹർജിയാണ് നൽകിയിട്ടുള്ളത്. പരസ്യം സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പൊതുമുതലിന്റെ ദുരുപയോഗമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഷാരോൺ പനക്കലിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഹർജി നാളെ പരിഗണിക്കും. എതിർകക്ഷികളായുള്ളത് സർക്കാരും PRDയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ്. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചായിരിക്കും നാളെ ഹർജി പരിഗണിക്കുക. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. സൗകര്യങ്ങൾ ഇല്ലെന്ന് തുറന്നു പറഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിച്ച് ജനറൽ സർജറി വിഭാഗം മേധാവി. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്ത ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. നോട്ടീസ് പതിക്കാൻ ആരും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. വകുപ്പ് മേധാവി ഡോക്ടർ ശിവപ്രസാദിനെ തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. ശസ്ത്രക്രിയക്കെത്തുന്ന രോഗികൾ ആശുപത്രിയുടെ അപര്യാപ്തതകൾ അറിഞ്ഞിരിക്കണമെന്നായിരുന്നു ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് നോട്ടീസ് പതിച്ചത്. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത ജീവഹാനി വരെ വരുത്താം. സുസജ്ജമായ തീവ്രപരിചരണ വിഭാഗമില്ല. പരിശീലനം ലഭിച്ച വേണ്ടത്ര ജീവനക്കാരില്ല. വൈകിട്ട് 5 മണിക്ക് ശേഷം ഫാർമസി ഇല്ലാത്ത അവസ്ഥയുണ്ടെന്നും പൊളിഞ്ഞു വീഴുന്ന പെയിന്റുകൾക്കുള്ളിൽ നിന്ന് രോഗികൾക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു. നോട്ടീസ് പതിക്കാൻ ആരും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഓർത്തോടെ വിഷയം ഉണ്ടായില്ലേ, അതിനനുബന്ധിച്ചാണ് പുള്ളി ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇവരൊക്കെ റിസ്കെടുത്തല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു വിശദീകരണം ചോദിക്കാനായിട്ട് 24 വാർത്ത പുറത്തുവന്നതോടെ സെക്യൂരിറ്റി ജീവനക്കാരെത്തി നോട്ടീസ് മാറ്റി. അതേസമയം വകുപ്പ് മേധാവി ഡോക്ടർ ശിവപ്രസാദിനെ തള്ളി ആരോഗ്യമന്ത്രി രംഗത്തെത്തി. ഡോക്ടർ ശിവപ്രസാദ് നേരത്തെ നടപടി നേരിട്ടയാളാണെന്നും മന്ത്രി വീണ ജോർജ്. ഡോക്ടർ ശിവപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ച ഒരാളാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തുകയും ചെയ്ത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻക്രിമെന്റ് ബാർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഡോക്ടർ ശിവപ്രസാദിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യം ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. 24 പത്തനംതിട്ട. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ആക്രമണം തുടരുകയാണ്. ഒമാൻ തീരത്ത് തായ്ലൻഡ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് UAE ആവശ്യപ്പെട്ടു. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. ഇന്ന് രാവിലെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. 2 ഡ്രോണുകൾ എയർപോർട്ട് പരിസരത്ത് പതിച്ചു. ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് പരുക്കേറ്റു. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ തന്നെ നടന്നതായി എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇന്നലെ രാത്രി 2 തവണയാണ് UAEക്കെതിരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണങ്ങൾ UAE പ്രതിരോധ സേന തകർത്തു. സൗദിക്ക് നേരെ ഇന്നലെ രാത്രി 20 തവണ ആക്രമണ ശ്രമമുണ്ടായി. ഷൈബ എണ്ണപ്പാടത്തിന് നേരെ വന്ന 4 ഡ്രോണുകൾ തകർത്തു. പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ 6 തവണ മിസൈൽ ആക്രമണമുണ്ടായി. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലും ആക്രമണമുണ്ടായതായാണ് വിവരം. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അബുദാബിയിലെ ഓസ്ട്രേലിയൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും അടച്ചു. അതിനിടെ ഇറാൻ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുണ്ടാകണമെന്ന് UAEയുടെ UN സ്ഥിര പ്രതിനിധി ആവശ്യപ്പെട്ടു. ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്കുൾപ്പെടെയുള്ള സർവീസ് തുടരുന്നുണ്ട്. ഇന്ന് കൊച്ചി, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ദോഹയിലേക്കും വിമാന സർവീസ് ഉണ്ടാകും. 24 ദുബായ്. പാചകവാതക സിലിണ്ടർ ക്ഷാമത്തിൽ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമായി കേന്ദ്രം. LPG വിതരണം നിരീക്ഷിക്കാൻ സംസ്ഥാനങ്ങളിലെ ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പോ ഇല്ലെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ സിലിണ്ടർ വിതരണം അത് കൃത്യമായി തന്നെ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. കാരണം വിലക്കയറ്റം, അതോടൊപ്പം തന്നെ ഇത് പൂഴ്ത്തിവെക്കുക, കരിഞ്ചന്തയിൽ വിൽക്കുക, ഇതൊക്കെ നടക്കാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും പ്രചിൻ, അതായത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു സുപ്രധാന നിർദ്ദേശം എന്ന് തന്നെ വിലയിരുത്താനായി കഴിയും. കാരണം ഈ LPG വിതരണം സംസ്ഥാന തലങ്ങളിൽ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരോട് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി
ഗോവിന്ദ് മോഹൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് കരിഞ്ചന്തയോ പൂഴ്ത്തിവയ്പോ ഇല്ലെന്ന് ഉറപ്പാക്കണം. LPG സിലിണ്ടറുകളിലെ വിൽപ്പനയിലും വിതരണത്തിലും ക്രമസമാധാന തകർച്ചയില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ചില തെറ്റായ വിവരങ്ങൾ ഈ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരണങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്നതും ഇന്ന് ഈ യോഗത്തിൽ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് വെർച്വലായിട്ട് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞത് ഈ കരിഞ്ചന്തയും ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്നും കൃത്യമായ നിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇടവേള. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മണിപ്പൂരിൽ വീണ്ടും നാഗ കുക്കി സംഘർഷം. ഉഖ്രുൽ ജില്ലയിലാണ് ഈ സംഘർഷം ഉണ്ടായത്. സ്ത്രീകളും കുട്ടികളും അടക്കം നാഗ വിഭാഗത്തിലുള്ള 18 പേരെ കുക്കികൾ ബന്ദികളാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന ഒരിക്കൽ കൂടി വിവരങ്ങളുമായി. അച്യുതൻ, വീണ്ടും മണിപ്പൂരിൽ സംഘർഷം എന്ന വാർത്തയാണ്. ഇത് ഈ സമാധാനം വീണ്ടും വീണ്ടും ഈ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ഉഖ്രുൽ ജില്ലയിൽ? പ്രജിൻ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും ഈ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. ഇത്തവണ അത് നാഗ കുക്കി വിഭാഗങ്ങൾ തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടായത് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഉഖ്രുൽ ജില്ലയിലായിരുന്നു സംഭവം. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം എന്നുള്ളത് നാഗ വിഭാഗത്തിൽ നിന്നുള്ളവരെ കുക്കികൾ ബന്ദികളാക്കി എന്നതാണ് ഉയരുന്ന ആരോപണം. സ്ത്രീകളും കുട്ടികളും അടക്കം നാഗ വിഭാഗത്തിലെ 18ഓളം പേരെയാണ് കുക്കി വിഭാഗക്കാർ ബന്ദികളാക്കിയത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ മണിപ്പൂർ മുഖ്യമന്ത്രി വലിയൊരു ആശങ്ക ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ ബന്ദികളെ മോചിപ്പിക്കാനും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുവാനും പോലീസിന് കർശന നിർദ്ദേശം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പുതിയ BJP സർക്കാർ അധികാരത്തിലെത്തുകയും ഈ സംഘർഷങ്ങൾക്ക് ഒരു അയവ് സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂരിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉടലെടുക്കുകയാണ്. പ്രജിൽ, ശാശ്വതമായ സമാധാനം മണിപ്പൂരിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. നരേന്ദ്രമോദിയെ പുകഴ്ത്തി മോഹൻലാൽ. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കരുത്തുറ്റ വ്യക്തതയുണ്ട്. മോദി മികച്ച ഭരണാധികാരിയാണ്. പോഡ്കാസ്റ്റിലൂടെയാണ് മോഹൻലാലിന്റെ ഈ പ്രതികരണം. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, ഇതിപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള മോഹൻലാലിന്റെ ഈ പോഡ്കാസ്റ്റ്? പ്രജിൻ, മോഹൻലാൽ അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നത്. ഇതിലാണ് മോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് മോഹൻലാൽ രംഗത്ത് വന്നിട്ടുള്ളത്. അത് മോദി മികച്ച ഭരണാധികാരിയും പ്രചോദിപ്പിക്കുന്ന നേതാവുമാണെന്നാണ് മോഹൻലാൽ പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു അമ്മയെ പോലെയാണ് കാണുന്നതെന്നും അതുപോലെ തന്നെ അദ്ദേഹം ഒരു യോഗിയാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. മോദിജിയുടെ വാക്കുകളിൽ കരുത്തും വ്യക്തതയുമുണ്ട്. കലാകാരന്മാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക കരുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പോഡ്കാസ്റ്റിലുള്ളത്. നമുക്കറിയാം, ഈ പിണറായി സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർവ്യൂ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഹൻലാൽ PR വർക്ക് നടത്തുന്നു എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി മോദിയെ കൂടി, നരേന്ദ്രമോദിയെ കൂടി പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ശരി, വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. LDFനെയും UDFനെയും കടന്നാക്രമിച്ച് കേരളത്തിൽ NDAയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDAയെ വിജയിപ്പിച്ചാൽ മാറാത്തത് മാറുമെന്നും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ എയിംസ് ഉൾപ്പെടെ കേരളത്തിന് പുതിയ വാഗ്ദാനങ്ങൾ കൊച്ചിയിലെ NDA റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയതുമില്ല. ഇതിനിടെ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വികസന മുരടിപ്പ്, വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നീ വിവാദ വിഷയങ്ങളിൽ ഇരുമുന്നണികളെയും കടന്നാക്രമിക്കുന്നതായിരുന്നു കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ NDA കൺവെൻഷനിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. സോളാറും CMRL മാസപ്പടിയും ശബരിമല സ്വർണ്ണക്കൊള്ളയും പരാമർശിച്ച് ഇരുമുന്നണികൾക്കുമെതിരെ പ്രധാനമന്ത്രി. UDF की सरकार थी तो सोलर स्कैम की चर्चा होती थी. आज LDF सत्ता में है तो CMRL स्कैम छाया हुआ है. सबरीमाला मंदिर की लूट में भी. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കക്ഷികളുമായി UDF കൂട്ടുകൂടുന്നു. LDF ചേരുന്നത് PDPക്കൊപ്പമെന്നും പ്രധാനമന്ത്രി. LDF का तो PDP जैसा कट्टरपंथी पार्टी के साथ पुराना नाता है जो अब MMC यानी मुस्लिम लीगी माओवादी कांग्रेस बन चुकी है. LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരാൻ കേരളം കാത്തിരിക്കുന്ന സമയമാണിത്. आपके पास मोदी की गारंटी है.
अब केरलम आगे बढ़ेगा. मारा तजमारुम इनी केरलम वलारुम. കല്ലൂരിലെ റോഡ് ഷോയിൽ BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. 10,800 കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ ഇല്ലാതെയായിരുന്നു പരിപാടി. രാവിലെ 11:30 കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോഴും കേരളത്തിലെ വോട്ടർമാർക്ക് മുന്നിൽ വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ MT അധീഷിനൊപ്പം KR ഗോപികൃഷ്ണൻ, 24. പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയപാത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ വൻ രാഷ്ട്രീയ വിവാദം. നടപടിയിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചടങ്ങ് ബഹിഷ്കരിച്ചു. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിയില്ല. ദേശീയപാതയിൽ PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകരയിൽ പ്രതിഷേധ റോഡ് ഷോ സംഘടിപ്പിച്ചു. ദേശീയപാതാ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിനെ മുൻപ് കേന്ദ്രം പ്രശംസിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിനെ ചൊല്ലി പോര്. പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിലേക്ക് പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാത്തതിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം. ക്ഷണമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരായ MB രാജേഷും K കൃഷ്ണൻകുട്ടിയും ചടങ്ങ് ബഹിഷ്കരിച്ചു. കോഴിക്കോട് രാമനാട്ടുകരയിൽ PM മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റോഡ് ഷോ. ഇത് പൊതുമരാമത്ത് വകുപ്പിനെയോ സർക്കാരിനെ അപമാനിച്ചല്ല, കേരളത്തെ അപമാനിക്കുന്നു. എന്നാൽ വിവാദത്തിൽ മന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു, ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് എവിടെ എഴുതിയിട്ടില്ല. പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയത് രാഷ്ട്രീയ പകപോക്കലെന്ന് CPIM കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പക്ഷപാതപരമായ നിലപാടിന്റെ വേദിയാക്കി ഈ പരിപാടി കേന്ദ്ര സർക്കാരിന്റെ പരിപാടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. BJPയും CPIMും തമ്മിൽ തർക്കമുണ്ടെന്ന് കാണിക്കാനുള്ള നാടകമെന്ന് പ്രതിപക്ഷം. BJPയും CPMും തമ്മിൽ വലിയ തർക്കമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്ക് അപ്പുറം ഒന്നുമില്ല. കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും മുഖ്യമന്ത്രി എത്തിയില്ല. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ കളക്ടർ തുടങ്ങിയവരാണ് വിമാനത്താവളത്തിലെത്തിയത്. 24 കൊച്ചി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ഇറാൻ പിന്മാറി എന്നാണ് വാർത്ത. തങ്ങളുടെ നേതാവിനെ വധിച്ച അമേരിക്ക വേദിയാകുന്ന ലോകകപ്പിന് ഇല്ല എന്ന് ഇറാൻ കായിക മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും അഹമ്മദ് ഡൊയാൻ മാലി പറയുന്നു. അനിൽ വാസ്തേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, മധ്യപൂർവേഷ്യൻ സംഘർഷം അത് കളിക്കളങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് ഇപ്പോഴത്തെ ഈ വാർത്തയെ കാണേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇത് ഒരു പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്ന ഈ യുദ്ധം തുടങ്ങിയ ആ സമയത്ത് തന്നെ ലോകകപ്പിൽ കളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ കായിക മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഒരു വലിയ തീരുമാനത്തിൽ എത്തേണ്ടത് സർക്കാരിൽ നിന്നൊരു അന്തിമ തീരുമാനം കിട്ടിയ ശേഷം മാത്രമെന്ന് അന്ന് സൂചന നൽകി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തീർത്തും വ്യക്തമാക്കുന്നു, ഞങ്ങൾ എന്തായാലും അമേരിക്ക വേദിയാകുന്ന ലോകകപ്പിൽ കളിക്കാനില്ല എന്നുള്ളതാണ്. തങ്ങളുടെ നേതാവിനെ വധിച്ച ഒപ്പം 9 മാസത്തിനിടെ 2 തവണയാണ് ഇറാന് നേരെ യുദ്ധമുണ്ടായത്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായത്. അതിൽ നിരവധി തങ്ങളുടെ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ പോയി കളിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ലോകകപ്പിൽ G ഗ്രൂപ്പിലാണ് ഇറാൻ വരുന്നത്. അവരുടെ 3 മത്സരങ്ങൾ അമേരിക്കയിലാണ് നടക്കുന്നത്. 3 രാജ്യങ്ങൾ മെക്സിക്കോയും കാനഡയ്ക്കും ഒപ്പമാണ് അമേരിക്ക ഈ ലോകകപ്പിന് വേദിയാവുന്നത്. പക്ഷേ ഇറാന്റെ 3 മത്സരങ്ങളും അവിടെയാണ് നടക്കുന്നത്. എന്തായാലും ഇറാൻ പിന്മാറിയിരിക്കുന്നു. ഇനി എന്താണ് ഫിഫ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അറിയേണ്ടത്. പകരം ടീമിനെ ഉൾപ്പെടുത്തുമോ അതോ ഇറാനെ അനുനയിപ്പിക്കാൻ തയ്യാറുമോ എന്നത് പ്രജൽ. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ആദ്യ പാദത്തിൽ റിയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം അല്പസമയത്തിനകം. ചെൽസി PSG സൂപ്പർ പോരാട്ടവും ആരാധകരെ കാത്തിരിക്കുന്നുണ്ട്. ആഴ്സണലും ഇന്ന് കളത്തിലെത്തും. സാന്റിയാഗോ ബെർണബ്യൂവിൽ ഹൈ വോൾട്ടേജ് പോരാട്ടം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ തുടർച്ചയായ 5ാം സീസണിലും റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും മുഖാമുഖം. കഴിഞ്ഞ 4-ൽ 3 തവണയും ആകെ 10-ൽ 7 തവണയും സിറ്റിയെ മറികടന്നതിന്റെ ആത്മവിശ്വാസമുണ്ട് ആതിഥേയരായ റയൽ മാഡ്രിഡിന്. ഇതേ സീസണിന്റെ ലീഗ് ഫേസിൽ റയലിനെ 2-1 വീഴ്ത്തിയതാണ് സിറ്റിയുടെ പകരം വീട്ടൽ പ്രതീക്ഷകൾക്ക് ആധാരം. പരിക്കുമൂലം റോഡ്രിഗോ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരുടെ അഭാവത്തിനൊപ്പം റയലിന് കിലിയൻ എംബാപ്പയെ കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയുണ്ട്. അതേസമയം
ഏർലിംഗ് ഹാലൻഡിന്റെ തിരിച്ചുവരവ് സിറ്റിക്ക് കരുത്തേകും. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിന് ശേഷം വീണ്ടും നേർക്കുനേരെത്തുകയാണ് ചെൽസിയും PSG-യും. ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം അമ്പരപ്പിച്ച PSG-യുടെ അപ്രമാദിത്വം അവസാനിപ്പിച്ചാണ് ചെൽസി അമേരിക്കയിൽ കിരീടം ചൂടിയത്. ജയമാവർത്തിക്കാൻ ചെൽസിയും കണക്ക് തീർക്കാൻ PSG-യും ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം പൊടിപൊടിക്കും. ഈ 2 മത്സരങ്ങളും രാത്രി 1:30-ക്കാണ്. രാത്രി 11:15-ന് ആഴ്സണൽ ബയർ ലെവർക്യൂസിനെ നേരിടും. ലീഗ് റൗണ്ടിൽ 8-ൽ 8 മത്സരങ്ങളും ജയിച്ചെത്തുന്ന ഗണ്ണേഴ്സിന് തന്നെയാണ് മുൻതൂക്കം. സ്പോർട്സ് ഡെസ്ക് 24. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു.